الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم التنزيل: أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അത് അർഹിക്കുന്ന പ്രാധാന്യത്തിൽ, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ അവന് വരുന്ന ഏറ്റവും വലിയ നഷ്ടം എന്താണ്? അത് ദുനിയാവിൽ അവൻ്റെ സമ്പത്തുകൾ നഷ്ടമാകലാണോ? അതല്ല ആരോഗ്യമുള്ള അവൻ്റെ ശരീരത്തിൽ രോഗം കടന്നു വരികയും രോഗാതുരമായി തീരുകയും ചെയ്യുന്നതാണോ? അഥവാ ആരോഗ്യത്തിൻ്റെ നഷ്ടമാണോ? ഇനി അതല്ല, അവൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നതാണോ നഷ്ടം? അങ്ങനെ ഭൗതികമായി അവന് നേരിടുന്ന വിവിധങ്ങളായ നഷ്ടങ്ങൾ, അതാണോ ഒരു മുസ്ലിമിന് ഏറ്റവും വലിയ നഷ്ടം? ഈ പറയപ്പെട്ടതെല്ലാം അത് നഷ്ടത്തിൻ്റെ കണക്കിലല്ല വരിക, പരീക്ഷണത്തിൻ്റെ ഗണത്തിലാണത് വരിക. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരീക്ഷണത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ശരീരവും അതുപോലെ സമ്പത്തും കാർഷിക വിഭവങ്ങളും അങ്ങനെ തുടങ്ങുന്നതെല്ലാം, അതിലുണ്ടാകുന്ന ഏതൊരു കുറവും ഏതൊരു നഷ്ടവും അതവന് പരീക്ഷണമാണ്. വനബലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഖൈറും ശർറും ഒരു പരീക്ഷണമായി
നാം അവനെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞതാണ്. അതൊക്കെ പരീക്ഷണങ്ങളാണ്. അപ്പോൾ എന്താണ് ഏറ്റവും വലിയ നഷ്ടം? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് വരുന്ന ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്, ആകാശഭൂമിയോളം വിശാലമായി അള്ളാഹു സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ആ വിശാലമായ സ്വർഗത്തിൽ തനിക്കൊരിടം ലഭിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. ഈ ഐഹിക ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ ആ ജീവിതം കൊണ്ട് അവന് നഷ്ടമാകുന്ന ഏറ്റവും വലിയ നഷ്ടം, വിശാലമായ സുഖഭോഗങ്ങൾ കൊണ്ട് നിറച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ ഖുർആൻ നിരന്തരമായി ആവശ്യപ്പെടുന്നത് അതിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണം എന്നാണ്. സാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സാരിഉ, നിങ്ങൾ ധൃതി കാണിക്കുവിൻ, ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്ന, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കണം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുകയാണ്. വേറൊരായത്തിൽ മറ്റൊരു പദം ഉപയോഗിച്ചത് കാണാം. സാബിഖൂ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹാ കഅർദിസ് സമാഇ വൽ അർള്. സാബിഖൂ, നിങ്ങൾ മുൻകടക്കുവിൻ. മത്സരം നടത്തി പരാജയപ്പെടുത്തുക എന്നാണ്. മറ്റൊരാളെ പരാജയപ്പെടുത്തി നിങ്ങൾ മുന്നിലാവണം. എന്തിന്? അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം, അതോടൊപ്പം തന്നെ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗവും, അതിലേക്ക് നിങ്ങൾ മുൻകടന്നു വരണം. അള്ളാഹുവിന്റെ ഖുർആൻ. കാരണം അള്ളാഹു നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ആ അനുഗ്രഹം, മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിലും ഉദിച്ചിട്ടില്ലാത്ത സുഖാനുഗ്രഹങ്ങളുടെ പറുദീസ, ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണമെന്ന് ഖുർആൻ നിരന്തരം ആവശ്യപ്പെടുക. അത്രയും വിശാലമായ, സൗകര്യപ്രദമായ, അത്രയും അനുഗ്രഹമായ ഒരു സ്വർഗം, ആ സ്വർഗത്തിൽ ഒരിടം എനിക്ക് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാളും വലിയ നഷ്ടം ലോകത്ത് വേറെന്താ ഒരു മുസ്ലിമിന്? ഒരു മുസ്ലിമിന് അതിനേക്കാളും വലിയ നഷ്ടം വേറൊന്നുമില്ല. എന്നാൽ ഈ നഷ്ടത്തിലേക്ക് മുസ്ലിമീങ്ങൾ പോകുമെന്നുണ്ടോ? ഒരു മുസ്ലിമിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ? നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന്. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് എത്താനുള്ള പണി ഇബാദത്തുകളായും മറ്റു കാര്യങ്ങളായും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും സ്വർഗം നഷ്ടപ്പെട്ടാലോ? അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? ഈ വലിയ നഷ്ടം എന്നെ ബാധിക്കുമോ? ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുണ്ടാകും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതിൽ ചില കാരണങ്ങളുണ്ട്. 2-3 കാരണങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. അതിലൊന്ന് നമ്മുടെ ഖൽബിന് വരുന്ന ചില രോഗങ്ങളാണ്. അംറാദുൽ ഖുലൂബ്, ഖൽബിന് വരുന്ന ചില രോഗങ്ങൾ. മുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ ഇബാദത്തുകളൊക്കെ എടുത്തുകൊണ്ട് നടന്നപ്പോഴും അവന് വിശാലമായ സ്വർഗം നഷ്ടമാക്കി തീർത്ത രോഗം, ഹൃദയത്തിന് വരുന്ന രോഗങ്ങൾ ധാരാളമുണ്ട്. ഞാൻ ഒരെണ്ണം മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ, കിബറിൽ നിന്ന് ഒരു അണു അളവ്, ഒരു ചെറിയ അളവ് ഏതെങ്കിലും ഒരുത്തന്റെ ഖൽബിൽ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പോസിബിലിറ്റി പറഞ്ഞത് എങ്ങനെയെന്നറിയോ? ഖുർആൻ പറഞ്ഞത്,
ലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ഒരു സൂചിയുടെ ഓട്ടയിലൂടെ, ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നതുവരെ അവർ സ്വർഗം പ്രവേശിക്കുകയില്ല. ഒരിക്കലും സംഭവിക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇമ്പോസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഒരു സൂചിയുടെ ഓട്ടയിലൂടെ ഒട്ടകം പ്രവേശിക്കുക സാധ്യമല്ല. സൂചിയായിരിക്കുമ്പോൾ ഒട്ടകത്തിന് അതിലൂടെ പ്രവേശിക്കാൻ സാധ്യമല്ല. അത്രയും ഗൗരവതരമായി അള്ളാഹു പറയാൻ, കിബർ എന്ന് പറയപ്പെടുന്ന രോഗം ഒരുത്തന്റെ ഖൽബിനുണ്ടെങ്കിൽ സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, ഓന് ഭയങ്കര കിബറാണ്. മനസ്സിലായോ? നമ്മൾ പല കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് പറയാൻ കിബറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബികൾ പ്രവാചകനോട് അതിന്റെ വിശദീകരണം ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ, യാ റസൂലല്ലാഹ് ഇന്നർ റജുല യുഹിബ്ബു അൻ യകൂന സൗബഹു ഹസനാ വനഅലുഹു ഹസനാ. നബിയെ, ഒരു മനുഷ്യൻ അയാളുടെ വസ്ത്രം ഭംഗിയുള്ളതാകാൻ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അയാൾ ധരിക്കുന്ന ചെരുപ്പ് ഭംഗിയുള്ളതാവാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള കുപ്പായമൊക്കെ ഇടുമ്പോൾ ആളുകൾ പറയും ചിലപ്പോൾ മുന് കിബറാൻ. നല്ല ചെരുപ്പിട്ടാലും എന്ത് ചെയ്യും, ആളുകൾ നോക്കിയിട്ട് പറയും അവനെന്തൊരു കിബറാണ്, എത്ര നല്ല ചെരുപ്പ്, എന്താ ഇങ്ങനത്തെ ചെരുപ്പൊക്കെ ഇടണമെന്ന് ചോദിക്കും. അതാണ് സഹാബികളുടെ ചോദ്യം. ഒരാളുടെ വസ്ത്രം നല്ലതായിരിക്കണമെന്ന്, ഭംഗിയുള്ളതാവണമെന്ന് ഒരാൾ ഇഷ്ടപ്പെടുന്നു, ചെരുപ്പ് ഭംഗിയുള്ളതാവണം ഇഷ്ടപ്പെടുന്നു. അപ്പൊ അത് കിബറാകോ നബിയെ? അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ടാണ് മര്യാദക്ക് നല്ല വസ്ത്രം ധരിച്ച് നടക്കണം എന്ന് പറയുന്നത്. നല്ല വസ്ത്രം ധരിക്കണം. ഓരോരുത്തർക്കും അവരവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ തോതനുസരിച്ച് അയാൾക്ക് വസ്ത്രം ധരിക്കാം. നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം, നല്ല ഭംഗിയുള്ള ചെരുപ്പ് ധരിക്കണം, നല്ല ഭംഗിയായി നടക്കണം. പാറിപ്പറന്ന് ഒരു കോലം കെട്ടി നടക്കാൻ പാടില്ല, നല്ല ഭംഗിയാവണം. വിശ്വാസിക്ക് രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഹസൻ ഉണ്ടാവണം, മറ്റൊന്ന് നദീഫത്ത് ഉണ്ടാവണം. വൃത്തിയുള്ളവനായിരിക്കണം, അതോടൊപ്പം തന്നെ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചവനായിരിക്കണം. എപ്പോഴും അങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അള്ളാഹ് ഭംഗിയുള്ളവനാണ്, ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അൽ കിബ്റു, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്തറുൽ ഹഖ് വ ഗംതുൻ നാസ്. ബത്തറുൽ ഹഖ് ഐ റഫ്ളുൽ ഹഖ്, സത്യത്തെ തള്ളിക്കളയാം, സത്യത്തെ നിരാകരിക്കാം. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയിലും വരുന്നൊരു കാര്യം കൃത്യമായി പറഞ്ഞു കൊടുത്താൽ അത് തന്റെ ഇച്ഛക്ക് യോജിക്കുന്നില്ല, തനിക്ക് പറ്റൂലെങ്കിൽ അവനത് റഫ്ള് ചെയ്യാൻ, തള്ളിക്കളയാം, സത്യത്തെ അതൊക്കെ ആ കാര്യമില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ കിബറനാണ്. ഒരുപക്ഷെ അവൻ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല, അവൻ കിബറനാണ്. അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കാര്യം സംശയമാണ്. റഫ്ളുൽ ഹഖ്, ബത്തറുൽ ഹഖ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ടാമത്തത് വഗംതുൻ നാസ്, ജനങ്ങളെ പരിഹസിക്കാൻ, ആളുകളെ പരിഹസിക്കുക. ഇഹ്തിഖാറുൻ നാസ്, ജനങ്ങളെ നിന്ദ്യമായി നിസാരമായി കാണാൻ. നമ്മുടെ പ്രയോഗം ഓനൊക്കെ ആര് എന്ന ചോദ്യം ഉണ്ടല്ലോ, ഇതൊക്കെ എന്ത് എന്ന് ചോദിക്കുന്ന ആ ആളുകളെ നിസാരപ്പെടുത്തുന്ന, ആളുകളെ പരിഹസിക്കുന്ന വർത്തമാനം, അവൻ കിബറനാണ്. അതാണ് കിബർ. ബത്തറുൽ ഹഖ് വഗംതുൻ നാസ്, സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ നിസാരപ്പെടുത്തലും പരിഹസിക്കലും കളിയാക്കലും അത് കിബറിൻ്റെതാണ്. കിബറനാണ് അവൻ. ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ അയാൾ 5 നേരം നിസ്കരിക്കുന്നുണ്ടാവുമല്ലോ, അയാൾ നോമ്പെടുക്കുന്നുണ്ടാവുമല്ലോ, അയാൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടാവുമല്ലോ, അയാൾ ഹജ്ജ് ചെയ്യുന്നുണ്ടാവുമല്ലോ, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ കർമ്മങ്ങൾ അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പറ്റിയതായിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ.
ഒരാളുടെ നിസ്കാരമായി സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ നിസ്കാരത്തിലൂടെ ലഭിക്കേണ്ടുന്ന സുപ്രധാനമായൊരു വിഷയമുണ്ട്. അത് വൃത്തികെട്ട മലിനമായ മോശമായ സ്വഭാവ പ്രവർത്തനങ്ങളിൽ നിന്ന് അയാൾ മോചിതനാവണം. അപ്പോഴാണ് അയാൾ നിസ്കാരാകുക, അപ്പോഴാണ് നോമ്പാകുക, അപ്പോഴാണ് അയാൾ ഹജ്ജാവുക. പ്രതിഫലം നൽകപ്പെടാത്ത രൂപത്തിൽ തള്ളിക്കളയാൻ മാത്രമുള്ള രോഗമാണ് അവന്റെ കൽബിൽ. അതിനെയാണ് അള്ളാഹു പറഞ്ഞത് കിബർ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ ഹൃദയരോഗങ്ങൾ ധാരാളം ഉണ്ട്. ഒന്ന് ഉദാഹരണം പറഞ്ഞാൽ, അത് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് ഈ വിശാലമായ സ്വർഗത്തിൽ ഇടം ലഭിക്കുക പ്രയാസമാണ്. അയാൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി അത് മാറും. രണ്ടാമത്തത് അയാളുടെ സ്വഭാവത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. അയാളുടെ സ്വഭാവം കാരണം അയാൾക്ക് നഷ്ടമാകുന്ന സ്വർഗം. അതെന്തൊക്കെയാണ്? 2-3 ഞാൻ പെട്ടെന്ന് പറയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്ം, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്ം. റഹ്മ മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. റഹ്മ മുറിച്ചവൻ, ഇനി ശ്രദ്ധിക്കണം കേട്ടോ, എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കണം. റഹ്മ മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കല്ല. എന്താണ് റഹ്ം? റഹ്ം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം എന്നാണ്. അത് മിൻ നാഹിയത്തിൽ അബി വൽ ഉമ്മി, വാപ്പയുടെയും ഉമ്മയുടെയും ഭാഗത്തിലൂടെ കടന്നു വരുന്ന ബന്ധുജനങ്ങളെ കുറിച്ച് പറയുന്ന പേരാണ് അർഹാം. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നൊരായത്ത്, സൂറത്ത് നിസായിലായത്ത്, അതിൽ കാണാം വൽ അർഹാം, അർഹാമിനെ സൂക്ഷിക്കണം. ഞാൻ നിസ്കരിക്കുന്നു, എന്റെ നിസ്കാരം റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ഞാൻ കുടുംബബന്ധം മുറിക്കാത്തവനാവണം. എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, വാപ്പയുടെ അനിയൻ, വാപ്പയുടെ ജ്യേഷ്ഠൻ, ഉമ്മ, എളാമ്മ, മൂത്തുമ്മ, അങ്ങനെ തുടങ്ങി എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, അങ്ങനെ തുടങ്ങുന്ന റഹ്മുകൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ നിസ്കാരം പടച്ചവന് വേണ്ടട്ടാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റഹ്മ പറയും, അള്ളാഹുവേ ഇവൻ എന്നെ മുറിച്ചവനാണ്, നീ ഇവനെ മുറിക്കണം. മനസ്സിലായോ? ഞാൻ എൻ്റെ ജേട്ടനുമായിട്ട് മുണ്ടിയിട്ട് കാലെത്ര എന്ന് പറയുന്ന ഒരുത്തൻ വീമ്പല്ല പറഞ്ഞത്, തൻ്റെ നഷ്ടത്തിന്റെ ഏറ്റവും ശക്തമായ വർത്തമാനം പറഞ്ഞതാണ് അവൻ. ഈ ഐഹിക ജീവിതം കൊണ്ട് എനിക്ക് നഷ്ടമായിരിക്കുന്നു, സ്വർഗമെന്ന വിശാലമായ അനുഗ്രഹത്തിലേക്ക് കടന്നു പോകാൻ കഴിയാത്തവനാണ് ഞാൻ എന്നവൻ പറയാൻ. ഞാൻ എൻ്റെ അളാപ്പാന്റെ വീട്ടിൽ പോയിട്ടില്ല, ഞാൻ എൻ്റെ മുത്തുമ്മാന്റെ അടുത്ത് പോയിട്ടില്ല, കുറെ കാലം എൻ്റെ മൂത്താപ്പാന്റെ അടുത്ത് പോയിട്ടില്ല. പാപ്പാന്റെ ജ്യേഷ്ഠനെയും ഉമ്മാന്റെ ജ്യേഷ്ഠത്തെയും ഒക്കെ സമ്പൂർണമായും ബഹിഷ്കരിക്കുകയോ അല്ലെങ്കിൽ സമ്പൂർണമായും അവരോട് ബന്ധം സ്ഥാപിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളുകൾ. എന്താണ് ഈ ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഒന്ന്, അവർക്ക് ഇഹ്സാൻ ചെയ്യാം, അവർക്ക് നന്മ ചെയ്തു കൊടുക്കാം. 2, അവരെ സന്ദർശിക്കാം. 3, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കണം. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. എന്നിട്ട് ഹദീസുകൾ വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വഇൻ ഖതഊക, അവൻ നിന്നെ മുറിച്ചാലും ശരി, നീ ചെല്ലുന്നവർക്ക് ഇഷ്ടമല്ല, നീ ചെല്ലുന്നവർക്ക് താല്പര്യം, എന്നോട് പറഞ്ഞിരിക്കണം ഇജ്ജ് ഇങ്ങോട്ട് വരണ്ട, എന്നെ കാണുന്ന എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, അങ്ങനെ നിന്നെ ഇങ്ങോട്ട് മുറിച്ചിട്ടുണ്ടെങ്കിലും ശരി, നീ അങ്ങോട്ടത് ചെയ്തു കൊടുക്കണം. അതാണ് റഹ്മ ചേർക്കുക എന്ന് പറഞ്ഞാൽ. ഇത് ചെയ്യാത്തവന്റെ നിസ്കാരം പടച്ചോന് വേണ്ടെന്നാണ്, ഇത് ചെയ്യാത്തവന്റെ നോമ്പ് പടച്ചോന് വേണ്ടെന്നാണ്, ഇത് ചെയ്യാത്തവന്റെ ഹജ്ജ് പടച്ചോന് വേണ്ട, ഇത് ചെയ്യാത്തവൻ വാരിക്കോരി ആതുരാലയങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ചെലവഴിച്ചാലും ആ ചെലവഴിക്കൽ ഒന്നും പ്രധാനമല്ല. എത്രയോ മനുഷ്യന്മാരുണ്ട് അങ്ങനെ വാരിക്കോരി ചെലവഴിക്കും, അവർക്കൊക്കെ ആയിട്ട് സ്വന്തം റഹ്മുകൾക്കൊന്നും കൊടുക്കാതെ അവരെ പരിഗണിക്കണം. അതിന് ഫോട്ടോ ക്ലിക്ക് ഉണ്ടാവൂലല്ലോ, അതിന് പേര് വരൂലല്ലോ, അതൊന്നും പേരുണ്ടാവൂലല്ലോ. വലിയ ഗൗരവമാണ്. എൻ്റെ സ്വർഗം ഞാൻ നഷ്ടപ്പെടുത്തിയോ ഇല്ലേ എന്ന് ഞാൻ ആലോചിക്കണം. ഇതാണ് നഷ്ടം. ഖസിറ ദുനിയ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അതാണ് നഷ്ടം, ഏറ്റവും വലിയ നഷ്ടം. ആ നഷ്ടത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ടോ എന്നറിയണം. രണ്ടാമത്തത്, അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട രണ്ടാമത്തത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മൻ ജാറുഹു ബവാഇഫ. അയൽവാസി തന്നെക്കുറിച്ച് നിർഭയനല്ലെങ്കിൽ ഇവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. എന്റെ അയലത്ത് താമസിക്കുന്നവൻ എന്നിൽ നിന്ന് നിർഭയനല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്റെ ഉപദ്രവത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവന്റെ സ്വർഗം പ്രശ്നമാണ്. നമ്മുടെ അയൽവാസി ആരാണെന്ന് പോലും അറിയാത്ത കാലാണ് ഇപ്പോ, അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ അയൽവാസി ആരാണെന്ന് പോലും അറിയാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള ജീവിതം അവനവനിലേക്ക് ചുരുങ്ങുകയാണ്. തൊട്ടയൽവാസി ആരുമായിക്കോട്ടെ, മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ മതമുള്ളവനോ ഇല്ലാത്തവനോ ആരായിക്കോട്ടെ, ആ അയൽവാസി ഇവൻ ഏറ്റവും അധികം ബന്ധപ്പെടേണ്ടതും ഇവൻ ഏറ്റവും അധികം സഹായിക്കേണ്ടതും ഇവൻ ഒരു തരിമ്പ് പോലും ഉപദ്രവിക്കാൻ പാടില്ലാത്തതുമായ. അങ്ങനെ അവൻ ഇങ്ങോട്ട് ഉപദ്രവിച്ച് എന്താ കാട്ടാന്ന് ചോദിക്കാൻ, ഓങ്ങോട്ട് ഉപദ്രവിക്കണ്ട. അപ്പൊ നമുക്ക് ചെയ്തോടെ? റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരു കേസ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു അയൽക്കാരനുണ്ട്, വല്ലാത്ത പ്രയാസമാണ് എനിക്ക്. ക്ഷമിച്ചോളിൻ, കൂലിട്ട്. അവസാനം അയാളുടെ ആ ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത റസൂൽ, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല നബിയൻ. അപ്പൊ റസൂൽ പറഞ്ഞു, നിന്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്ത് വഴിയിൽ ആളുകൾ നടക്കുന്ന വഴിയിലേക്ക് കൊണ്ടുവന്ന് വെക്കണം. ആളുകൾ കണ്ടുവന്നു. എന്താണ്? അതാണ് പ്രശ്നം. നാട്ടുകാരറിയാണ് ഇയാളുടെ ഉപദ്രവം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റണില്ല. എന്നാൽ പോലും തന്റെ അയൽവാസിയെ നീ അങ്ങോട്ട് ഉപദ്രവിക്കരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? ഒരു വിശ്വാസിയുടെ പ്രത്യേകത. കാരണം അവൻ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്. ഇവിടുത്തെ എന്തെങ്കിലും നേട്ടങ്ങളും കാര്യലാഭങ്ങളും ഇവിടുത്തെ എന്തെങ്കിലും വിഷയങ്ങൾക്കല്ല. അവന്റെ ജീവിതം തന്നെ നാളെ വിശാലമായ സ്വർഗം ലഭിക്കണമെന്നൊരൊറ്റ ആഗ്രഹത്തിലാണ്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അടുത്തത്, വാപ്പയെയും ഉമ്മയെയും ഉപദ്രവിക്കുന്നവനും സ്വർഗപ്രവേശമില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ ചോദിക്കാണ്, നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? നെഞ്ചിൽ കൈവച്ചിട്ട് ഗ്യാരണ്ടി പറ, എൻ്റെ ഇത്രയും വയസ്സിനിടക്ക് ഞാൻ എൻ്റെ ഉമ്മയോട് തട്ടിക്കയറിയിട്ടില്ല, ഞാൻ എൻ്റെ വാപ്പയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല, എൻ്റെ ഉമ്മയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല, ഞാൻ എൻ്റെ വാപ്പയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഉമ്മയെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആലോചിക്കും, ഉണ്ടോ? അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സ്വർഗപ്രവേശത്തിന് തടസ്സമുണ്ട് എന്നാണ്. നമ്മുടെ സ്വർഗപ്രവേശത്തിന് തടസ്സമുണ്ടാകും. ഇതെന്റെ വാക്കല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതിലൊന്ന് മാതാപിതാക്കളെ ഉപദ്രവിച്ചവൻ. മാതാപിതാക്കളോടുള്ള ഉപദ്രവത്തിന്റെ ഏറ്റവും ചെറിയ വേർഡ് എന്താണെന്നറിയോ? ഏറ്റവും ചെറിയ വേർഡ് നിങ്ങൾ കട്ടെ, നിങ്ങൾ കട്ടെ. ഈ ഒരു വാക്ക് പറയരുതെന്ന് അള്ളാഹു പറഞ്ഞ വാക്ക്. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഉഫ് എന്ന് പോലും പറയരുത് എന്ന് പറഞ്ഞ വാക്ക്. അത് ആഖിന്റെ മാപ്പയോടും ഉമ്മയോടും ചെയ്യുന്ന ഉപദ്രവത്തിന്റെ ഏറ്റവും ചെറിയ വാക്ക്. ഈ പള്ളിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ ഒന്നാലോചിച്ച് നോക്ക്. ഞാൻ എൻ്റെ ഉമ്മാനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഉപ്പാനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് തൗബ ചെയ്യണം. ഇന്ന് വാപ്പാട് പോയിട്ട് ഉമ്മയോട് പോയിട്ട് പൊരുത്തം പറയണം. അപ്പമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പഠിച്ചവനെ അവർക്ക് പുറത്തു കൊടുക്കുക, ഞാൻ അറിവില്ലാതെ ചെയ്തു പോയതാണ്, എൻ്റെ സ്വർഗം അതിൻ്റെ പേരിൽ തടയല്ലേ അല്ലാഹ് എന്ന് റബ്ബിനോട് കാരക്കണം. ഇത് അള്ളാഹിന്റെ റസൂലിന്റെ വാക്കാണ്. സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അത്രയും ഗൗരവമാണത്. ഈ ജീവിതത്തിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ നഷ്ടമാണത്. ആ നഷ്ടം എനിക്കുണ്ടാവരുത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. നാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ നഷ്ടം അത് സ്വർഗപ്രവേശം തടയപ്പെടുന്ന വിഷയങ്ങളാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചത്. അതിലെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ വരുന്ന അപകടം. അതിൽ ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശേഷം മൂന്നാമത്തത് ഇൻഷാ അല്ലാഹ് അത് അടുത്ത ഖുത്ബയിൽ സൂചിപ്പിക്കാം. ഒരു സ്വഭാവം കൂടി പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും നമ്മൾ ചെയ്യുന്നത് നമ്മളല്ലാതെ വേറൊരാളോട് എടുത്തു പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂല പറഞ്ഞ 3 വിഭാഗത്തിലെ ഒരാളെ റസൂല പറഞ്ഞത് വൽ മന്നാൻ. വൽ മന്നാൻ, മന്നാൻ, മന്നാൻ എന്ന് പറഞ്ഞാൽ കൊടുത്തത് എടുത്തു പറയുന്നവൻ എന്നാണ്. ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 ആളോട് പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പറയാം, ഞാൻ അങ്ങനെ കൊടുത്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. ഇതിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ അവനവന്റെ സ്വർഗം തടയാണ്. എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണ്ട എന്നാണ്. എത്രയോ കൊടുക്കണം, എത്രയും കൊടുക്കാം, പക്ഷെ ആരോടും പറയരുത്. ആരെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആളുകൾക്ക് ഇത് കൊടുത്താൽ തന്നെ നമ്മളെ മനസ്സിൽ ഇത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിലോ എന്ന ഒരു ഒരു സുഖം കിട്ടുന്നില്ല. ചില ആളുകളൊക്കെ കൊടുക്കണത് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ്. ചില മുതലാളിമാരുണ്ട്, പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കണില്ല, എനിക്കറിയുന്ന ആളുകൾ തന്നെ ഉണ്ട്. അത്തരം ആളുകൾക്ക് ഫ്ലെക്സിൽ പേര് വന്നിട്ടില്ലെങ്കിൽ അവർ കൊടുക്കൂല. അതിന് കിട്ടാവുന്ന തരത്തിലുള്ള ഒരു പരസ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ കൊടുക്കൂല. അങ്ങനത്തെ ചില ആളുകളുണ്ട്, മനസ്സിലായോ? അതെന്താന്ന് വെച്ചാൽ അവർക്ക് ഈ ദുനിയാവ് മതി, അതിലൂടെ ലഭിക്കേണ്ടുന്ന വലിയ പ്രതിഫലമായ സ്വർഗത്തിലെ ഉന്നത സ്ഥാനം അത് വേണ്ട. ഈ ദുനിയാവിന്റെ മഞ്ഞളിപ്പും ആളുകളുടെ ഒരു താല്പര്യമൊക്കെ കേൾക്കുമ്പോഴേക്ക് അങ്ങനെ രോമാഞ്ചകഞ്ചുകനായി അതിങ്ങനെ പോവുക, മനസ്സിലല്ലേ? ഇത് മാത്രം ആഗ്രഹിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. യഥാർത്ഥത്തിൽ അവർ നഷ്ടപ്പെടുത്തുന്നത് അവർക്ക് ലഭിക്കേണ്ടുന്ന വിശാലമായ സ്വർഗമാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, അള്ളാഹുവിന്റെ ഖുർആനും പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ പറയാം. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ MSMന്റെ സംസ്ഥാന കമ്മിറ്റി, MSM എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം, നമ്മുടെ കുട്ടികൾ, ചെറിയ മക്കൾ, കൗമാരപ്രായക്കാരായ മക്കൾ, സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് ദിശാബോധം നൽകി യഥാർത്ഥ തൗഹീദിന്റെയും സുന്നത്തിന്റെയും വഴിയിലൂടെ അവരെ നടത്തുവാനും ഈ ഭൗതികമായ ജാടകളും അതോടൊപ്പം തന്നെ ലിബറൽ വാദക്കാരും ഫ്രീ സെക്സിന്റെ വാദക്കാരും അടങ്ങുന്ന ഭൗതികന്മാരുടെ കെണിയിൽപ്പെടാതെ നമ്മുടെ മക്കളെ കാത്തു സൂക്ഷിക്കുവാൻ അവർക്ക് വിശ്വാസപരമായി, കർമ്മപരമായി, ധാർമ്മികമായി, സദാചാരപരമായ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ വിദ്യാർത്ഥി ഘടകമായ MSM. ഇൻഷാ അല്ലാഹ് അതിന്റെ സംസ്ഥാന സമ്മേളനം 25, 26, 27, 28 ദിവസങ്ങൾ കോഴിക്കോട് വെച്ച് നടക്കാൻ ഈ വർഷം അവസാനിക്കുമ്പോൾ ചരിത്രത്തിൽ ഒരു വലിയ മുഹൂർത്തം നിശ്ചയിച്ചുകൊണ്ട് മുഹൂർത്തം സമ്മാനിച്ചുകൊണ്ടാണ് ഈ വർഷം അവസാനിക്കുക. അത് MSMന്റെ വലിയ സമ്മേളനമാണ്. ധാരാളം കാര്യങ്ങൾ ആ കുട്ടികൾ ഇത്രയും ദിവസങ്ങളിൽ, അഥവാ ഈ 25, 26, 27, 28 4 ദിവസങ്ങളിൽ കോഴിക്കോട് വിവിധ സെഷനുകളിലായി 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ദീനിന്റെ വിവിധ വിഷയങ്ങളെ അവർ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ സമ്മേളനം വരുന്നുണ്ട്. നിങ്ങൾ ഉറപ്പിക്കണം, എൻ്റെ കുട്ടി അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എൻ്റെ മകനും പങ്കെടുക്കണം അതിൽ, ആ കുട്ടിക്ക് അവിടെ നിന്ന് കിട്ടണം, എൻ്റെ മകന് കിട്ടണം എന്ന ഒരു ധാരണ, എന്നൊരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം പാപ്പമാർക്കും ഉമ്മമാർക്കും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ആ മക്കളുടെ ഒത്തുചേരുമ്പോൾ ആ ഒത്തുചേരുന്നതിൽ അവരെ ഒന്ന് സഹായിക്കണം. നമ്മൾ ഇന്ന് നിങ്ങൾ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ മക്കളുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സ്വതക്കയാവണം ഇന്ന് നിങ്ങൾ കൊടുക്കേണ്ടത്. എൻ്റെ കുട്ടിക്ക് അള്ളാഹുവിൻ്റെ ദീനിനനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന
ഒരു സംഘത്തിനാവട്ടെ എൻ്റെ സ്വതക്ക, എൻ്റെ ചെറിയൊരു ധർമ്മം എന്ന് തീരുമാനിക്കും. ഇൻഷാ അല്ലാഹ് ഇറങ്ങുമ്പോൾ എല്ലാവരും അവരവരുടെ കയ്യിലുള്ള ഒരു സ്വതക്ക അതിലേക്കും നൽകണം എന്നുണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ട് പുറത്തു മപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.